ദാവീദ് കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകം അവൻ്റെ മേൽ വീണപ്പം, അഭിഷേകം വീണവൻ പിന്നെ ഇനി കാട്ടിൽ ആടിനെ മേയ്ക്കുകയല്ല, രാജകൊട്ടാരത്തിൽ അഭിഷേക തൈലം വീണവൻ ഇനി കാട്ടിലല്ല നിൽക്കേണ്ടത്. എന്തിനു വേണ്ടിയാണോ അവനെ അഭിഷേകം ചെയ്തത്? ഹല്ലേലൂയ. ദാവീദേ, നിന്റെ മേൽ അഭിഷേകം വീണിരിക്കുന്നത് ആടിനെ മേയ്ക്കാനല്ല, ഇസ്രായേലിന്റെ രാജാവായിട്ടിരിക്കുവാനാണ്. ഇസ്രായേലിന്റെ രാജാവായി രാജ്യത്തെ ജനങ്ങളെ ഭരിക്കുവാനാണ് ദാവീദിന്റെ മേൽ അഭിഷേകം വീണിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്റെയും നിങ്ങളുടെയും മേൽ അഭിഷേകം വീണിരിക്കുന്നത് ചില ദൈവിക പദ്ധതികളെ നിറവേറ്റുവാനാണ്. ഇന്ന് പകൽ നിന്റെ മേൽ അഭിഷേകം വീണിരിക്കുന്നത്. നിന്റെ മേൽ അഭിഷേകം വീണിരിക്കുന്നത് ചില ദൈവപ്രവൃത്തിക്കാണ്.